അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസുഹാബി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ധാരാളം സഹോദരിമാർ, വിവാഹിതരും അവിവാഹിതരുമായിട്ടുള്ള ആളുകൾ വളരെ വലിയ അപകടങ്ങളിൽ, ദുരന്തങ്ങളിൽ പെട്ടു പോകുന്നു എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ജാഗ്രതയ്ക്ക് വേണ്ടി നമ്മുടെ സഹോദരിമാരെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും നിലക്കുള്ള മാനസിക പ്രയാസങ്ങളും അസ്വസ്ഥതകളും ആർക്കാണെങ്കിലും ഉണ്ടാകും. അത് പ്രത്യേകിച്ചും തങ്ങളുടെ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടോ ആകുമ്പോൾ അത് മറ്റൊരാളോട് പറയാനില്ലാതെ വരും. അത്തരം സന്ദർഭങ്ങളിൽ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ സ്നേഹത്തോടുകൂടെ കടന്നു വരുന്ന ഏതെങ്കിലും അന്യപുരുഷന്മാരോട് ചില ബന്ധങ്ങളുണ്ടായി പോകാനുള്ള സാധ്യത ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ കൂടുതലാണ്. ഇതിലവർ അകപ്പെട്ടു പോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒരു പുരുഷൻ താനുമായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ താനുമായി ഉണ്ടാക്കുന്ന ചങ്ങാത്തം, ഒരു ഫ്രണ്ട്ഷിപ്പ്, അതൊരിക്കലും എന്തെങ്കിലും ദുരുദ്ദേശങ്ങളോടുകൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഒരു സഹോദരിക്ക് തീരെ കഴിയാതെ വരും. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തി തന്നോട് കാണിക്കുന്നൊരു സ്നേഹം, പ്രത്യേകിച്ചും ഒരു പുരുഷൻ നിന്ന് അത് ലഭിക്കുമ്പോൾ അവരറിയാതെ തൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് അയാളോട് മാനസികമായി അടുത്തു പോകും. ആ അടുപ്പം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരന്യ സ്ത്രീയുമായി ഒഴിഞ്ഞിരിക്കാനും സംസാരിക്കാനുമെല്ലാം അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായും അയാളുടെ ചിന്താഗതികൾ മാറും. അത് മാറുന്നത് ഒരു പക്ഷേ വളരെ വൈകി മാത്രമായിരിക്കും സഹോദരിമാർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ചിലപ്പോഴെല്ലാം ഒരു വിവാഹ വാഗ്ദാനമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഏതായാലും ഭാവിയിൽ ഇയാളോടൊപ്പം ജീവിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള, ഒരു പക്ഷേ നരകത്തിൽ ഇരട്ടിക്കിരട്ടിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന, ഖബർ ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്ന, ഏറ്റവും വസാഅസബീല, ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച വ്യഭിചാരത്തിലേക്ക് അവർ അറിയാതെ എത്തിപ്പെടും. ഒരുപക്ഷെ വളരെ സൂക്ഷ്മതയുള്ള, വളരെ ചിട്ടയുള്ള ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു ജീവിത സാഹചര്യത്തിനായിരിക്കും ഇത്രയും അപകടകരമായിട്ടുള്ള ഏറ്റവും നിഷിദ്ധമായൊരു പ്രവർത്തനത്തിലേക്ക് അവരറിയാതെ എത്തിപ്പെടുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ എത്തിപ്പെട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ, എനിക്ക് ഭർത്താവുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് മാതാപിതാക്കളുണ്ടല്ലോ, മക്കളുണ്ടല്ലോ എന്ന തിരിച്ചറിവ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ അവർ പിൻവാങ്ങാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇത്തരമൊരു ഘട്ടത്തിൽ ഇവരെ പരിചയപ്പെട്ട് ബന്ധം പുതുക്കിയിട്ടുള്ള ഒരു പുരുഷനും പിൻവാങ്ങാൻ അത്തരമൊരു സന്ദർഭത്തിൽ അയാൾ ഒരിക്കലും തയ്യാറല്ലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഒരു കടുത്ത തീരുമാനമെടുക്കും എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങോ വരുന്നു എന്നതാണ് അടുത്ത ഘട്ടം. അതായത് ഒന്നിച്ച് നിന്നിരുന്ന സന്ദർഭത്തിലുണ്ടായ ഫോൺ കോളുകൾ, വോയിസുകൾ, ചിത്രങ്ങൾ, അതേപോലെയുള്ള പല കാര്യങ്ങളും, വീഡിയോകൾ, ഇതെല്ലാം എന്തു ചെയ്യും, അവർ തുടർന്നുമുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, ഇവരെ ഭീഷണിപ്പെടുത്താൻ ഇത് പുറത്തുവിടും, ഫേസ്ബുക്കിലിടും എന്നൊക്കെ പറഞ്ഞ് എന്തു ചെയ്യുന്നു, അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ദുരുദ്ദേശമില്ല എന്ന് ഏതെങ്കിലും സഹോദരിമാർ ധരിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, എങ്ങനെയാണ് ഇതെല്ലാം ഇയാളുടെ കൈവശം അയാൾ ശേഖരിച്ചു വെച്ചത്? ഇത് മറ്റൊരിക്കൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അയച്ച ഒരു മെസ്സേജ് പോലും ഈ സഹോദരി സൂക്ഷിച്ചു വെച്ചിട്ടില്ല. എന്നാൽ അവരിൽ നിന്ന് വന്ന അപകടകരമായ മെസ്സേജുകളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം അയാളുടെ കയ്യിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റൊരിക്കൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഏറ്റവും നന്നായ ബന്ധവും ഏറ്റവും വിശ്വസ്തമായ ബന്ധവും ഉള്ളപ്പോൾ തന്നെ ഇത് മറ്റൊരിക്കൽ ദുരുപയോഗപ്പെടുത്താം എന്ന് അയാൾ വിചാരിച്ചത് കൊണ്ടല്ലേ അയാളത് സൂക്ഷിച്ചു വെച്ചത്. ഇനി അതുപയോഗിച്ച് അവളെ വീണ്ടും കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ഒരുപക്ഷെ ആ നിർബന്ധിതാവസ്ഥയിൽ കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇനി ഒരിക്കലും കഴിയില്ലെന്ന സാഹചര്യം വരും. അപ്പോൾ അയാൾ തീർച്ചയായും ഇവരെ ഉപദ്രവിക്കും, അത് പുറത്തിടും, അവരെ മാനം കെടുത്തും. അങ്ങനത്തെ അവസ്ഥാവിശേഷങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ അടുത്ത ദിവസം പോലും നമ്മൾ കേട്ടു, ഒരു സഹോദരി
തൻ്റെ അയൽപക്കത്തെ വീട്ടിലേക്ക് പോയ തൻ്റെ കുട്ടിയെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഒരാൾ പീഡിപ്പിക്കുകയും അത് ആ സന്ദർഭത്തിൽ തന്നെ വീഡിയോയിൽ പകർത്തുകയും ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു എന്നത് അടുത്ത ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ച യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഹോദരിമാരും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒരു സൗഹൃദത്തിൻ്റെ പേരിലോ സ്നേഹത്തിൻ്റെ പേരിലോ പിന്തുണയുടെ പേരിലോ ആശ്വസിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടൊക്കെ കടന്നു വന്ന് അത് പിന്നീട് അവിഹിത ബന്ധങ്ങളിലേക്കെത്തി, അത് പിന്നെ ബ്ലാക്ക് മെയിലിങ്ങിലേക്കെത്തി, അത് പിന്നെ കൊലപാതകത്തിലേക്കെത്തി അപകടകരമായിട്ടുള്ള പരിണിതികളും അപമാനവും അതുമൂലം ഉണ്ടാകും. അതുകൊണ്ട് ഇസ്ലാം നമ്മോട് കൽപ്പിച്ച വലാ തഖ്റബു സിന, വ്യഭിചാരത്തിൻ്റെ പരിസരത്ത് പോകാതെ ഒരന്യ ആണുമായി ഒറ്റയ്ക്കാവാതെ ഏതൊരു പുരുഷനെയും വിശ്വാസത്തിലെടുത്ത് അവരുമായി ചാറ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരു സൂക്ഷ്മത മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വളരെ വലിയ അപകടമാണ് നമ്മുടെ സഹോദരിമാരെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.